ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വർക്കിനെ കുറിച്ചാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ള് വീടിൻ്റെ ഈ വീടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റ് ഔട്ടിലൊരു വീട് സീലിംഗ് ചെയ്യേണ്ടത്, വാൾ സീലിംഗ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ബെൽ സ്വിച്ച്, പിന്നെ ഗേറ്റ് ലൈറ്റ്, ഡി ബി ഇതാണ് ഈ എല്ലാറ്റിൻ്റെ 650 എന്നാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് നേരെ ഇതാ ഇങ്ങനെ പോണ്. ഇവിടെ 2 സ്വിച്ച് ബോർഡ്, ഇനി നമുക്ക് പാസേജിലാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു പോയിന്റ്, ഇതൊരു പോയിന്റ് കോട്ടിയാടാണിത്. അപ്പോൾ ഇതിൽ പെൻസിൽ ലൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഏറ്റവും മുകളിൽ ഒരു ചാനലർ തൂക്കാനുള്ളൊരു പോയിന്റും ഉണ്ട്. ഓക്കെ, ഇത് CCTVൻ്റെ ബോക്സാണ്. CCTV ഫുള്ള് സീലിംഗ് കൂടെ ഇട്ടിട്ടുള്ളത്. കോൺക്രീറ്റിന് പൈപ്പ് ഇടുമ്പോൾ സീലിംഗ് കൂടെ ഇട്ടിട്ടുള്ളത്. അതിന് 3 പൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഇതാ സ്റ്റെയർ കേസിൻ്റെ അടിയിലേക്ക് കൊടുത്തതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിവിയറും കാര്യങ്ങളൊക്കെ അവിടെ ഒരു സ്വിച്ച് ബോർഡുണ്ട്. പിന്നെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സീലിംഗ് കൂടെ ഇടുമ്പോഴുള്ള മെച്ചം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ വയർ ആവശ്യം വരില്ല. വയറിൻ്റെ അളവ് കുറയ്ക്കുക, വർക്ക് കുറയ്ക്കുക, പൈപ്പ് എക്സ്പെൻസ് ഒക്കെ കുറയും. ഇതാ ഒരു പോയിന്റ് നേരെ പുറത്ത് കാണാം. ഈ ഭാഗത്താണ് പിന്നെ ഇത് വെച്ചിട്ടുള്ളത്. ഒരു ക്യാമറ, 2 ക്യാമറ ഇങ്ങോട്ട് വരും. ഒന്ന് ബാക്ക്, 2 ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഒരു ക്യാമറ കൊടുക്കുന്നുണ്ട്. ഇത് ബെഡ്റൂം, ലാച്ചറിയിലെ വെക്കാറുണ്ട്. 2 ബോക്സ് വെച്ചിട്ടുണ്ട്. ബെൽ സ്വിച്ചും അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും, അതും കൂടി വെക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ജിപ്സം ചെയ്യാനുള്ള കേട്ടോ. അതുകൊണ്ടാണ് ചുമരുമ്പിലൊക്കെ പോയിന്റ് കുറയും, ലൈറ്റുകളൊന്നും ചുമരുമ്പ് ഉണ്ടാവില്ല. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളിൽ ഒന്നിൽ പിന്നെ ഹീറ്റർ, 2 ബെഡ്റൂമിൽ താഴത്ത് 2 ബെഡ്റൂമിൽ ഹീറ്ററിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു വീട്ടിലാകുമ്പോൾ. പിന്നെ എന്താ അലമാര വെച്ച് കൊടുത്ത് പിന്നെ ഫാബ്രിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ആവശ്യമായിട്ട് വരും, മിറർ ലൈറ്റ്. അപ്പോൾ അതിനൊരു പോയിന്റ് ഉണ്ട്, ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. സെൻട്രൽ ബെഡാണ് ഇപ്പോൾ ഇതിലിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ബെഡിന് 2 സ്വിച്ച് കൂടുതലാ, ഒരു 8MD ഈ ഭാഗത്തും, പിന്നെ ഇങ്ങനെ പോയിട്ട് ഈ ഭാഗത്തൊരു 8MD ഇങ്ങനെ പൈപ്പ് പോകുന്നുണ്ട്. AC-ൻ്റെ പോയിന്റ് ഔട്ട് ചെയ്ത് സൺസൈഡിൻ്റെ പുറത്തേക്കാണ്. പിന്നെ ഇവിടെ റീഡിങ് ടേബിളിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. പിന്നെ പുറത്തേക്ക് ഒരു പവർ പ്ലഗും ഉണ്ട്, ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള EV ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ്. എല്ലാ റൂമുക്കും 2 സർക്യൂട്ട് വീതം, 2 പൈപ്പ് വീതമാണ് സർക്യൂട്ടിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. ഒരു പൈപ്പ് ഈ ബോർഡിലേക്ക് പോകും നേരെ, പിന്നെ താഴത്ത് ഒരു കൂട്ടിലാമ്പുണ്ട്. പിന്നെ ഇത് പോകുന്ന മുകളിലേക്കാണ്. നമുക്ക് മുന്നിട്ട് നോക്കാം. ഇതിപ്പോൾ കിച്ചണാണ്. കിച്ചണൊക്കെ ഇപ്പോൾ ഒരു പോയിന്റ് ഇതാ, CCTVൻ്റെ മോണിറ്റർ വെക്കാനുള്ളൊരു പോയിന്റ്. പിന്നെ ഇത് മെയിൻ ബോർഡ്, ഫ്രിഡ്ജ്, ഇത് പവർ പ്ലഗ്, മോട്ടർ. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇലക്ട്രിക് ചിമ്മിനിക്ക് ഒരു പോയിന്റ്. പിന്നെ ഇതാണ് ചിമ്മിനി കൂട്, ഇപ്പം ഉള്ള ചിമ്മിനി കൂട്. അപ്പോൾ അതിലേക്ക് ഒരു എക്സോസ്റ്റ് ഫാനിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് അവിടെ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എക്സോസ്റ്റ് ചെയ്ത് വലിഞ്ഞ് ഫോണില്ലാന്നുണ്ടെങ്കിൽ ഒക്കെ അപ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ പുറത്താണ് EV ചാർജിങ്ങിനുള്ള പോയിന്റ്. EV ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്താണ് വണ്ടി നിർത്തുക, പോർച്ചില്ല. അതുകൊണ്ട് വണ്ടി ഭാഗത്ത് നിർത്തുന്നതുകൊണ്ട് ഇവിടെ ഒരു EV ചാർജിങ് ഉണ്ട്. ഭാവിയിൽ EV വാങ്ങുകയാണെങ്കിൽ അതിൽ ചാർജ് ചെയ്യാം. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഇട്ടുള്ളത് ഇതാ പുറത്ത് ഔട്ട്സൈഡിലാണ്. നമ്മൾ ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ സെറ്റാക്കും. അപ്പോൾ മുകളിലേക്കൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, ആളുകൾക്ക് സ്റ്റെപ്പ് കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല, താഴത്തെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ്. ഇതാണ് സ്റ്റെയർ കേസ്.
സ്റ്റെയർകേസ് നേരെ ഇങ്ങനെ പോന്നിട്ട് മുകളിലേക്ക് സർക്യൂട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡ്, പിന്നെ പറവോള ഇവിടെ ഒരു ഫാൻസി തൂക്കാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഈ ഭാഗത്ത് മുകളിലത്തെ ഹാളിലേക്കുള്ള സ്വിച്ച് ബോർഡ് പറയാന്. പിന്നെ ഇവിടെ ഒരു മോണിറ്റർ വെക്കാൻ, ടി വി താഴത്തുണ്ട് മുകളിലുണ്ട്. ഇപ്പോൾ ടി വി എന്തെങ്കിലും വെക്കുക അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ താഴത്ത് നമ്മൾ സീലിംഗ് കൂടെ തന്നെ പിന്നെ CCTVൻ്റെ ഒരു പോയിന്റ് ഇങ്ങോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പണിയൊക്കെ കുറേ കുറവാണ്. ഏറ്റവും കൂടുതൽ പണി കറങ്ങി വെട്ടേണ്ട ആവശ്യം വരല് CCTVക്കാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വയറും പണിയും ഒക്കെ ലാഭം ഉണ്ടാവും നമുക്ക്. പരമാവധി നിങ്ങൾ ചെയ്യുന്നോളാണ് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അത് അപ്സ്റ്റെയറുള്ള വീടിന് മാത്രം അങ്ങനെ ചെയ്താൽ നന്നാവും. കാരണം അപ്സ്റ്റെയർ ഇല്ലാത്ത വീടിന് ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ തട്ടിക്കാണ്ട് വയറ് കാറ്റ് 6 വയറൊക്കെ ക്ലാരിറ്റി കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിനാണ് നമ്മൾ താഴത്തു നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടുള്ള സർക്യൂട്ട്. ഈ റൂമിലേക്ക് ഒന്ന് മെയിൻ ബോർഡിലേക്കൊന്നും ഈ പോകുന്നത് നേരെ ഒരു ലൈന് പോകേണ്ടത് ഈ റൂമിലത്തെ AC-ലേക്കുള്ള സർക്യൂട്ടാണ്. ഇപ്പോൾ 2 പൈപ്പ് ചെയ്ത് ഓരോ റൂമൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതും സെൻട്രൽ ബെഡാണ് കേട്ടോ. അപ്പോൾ 2 ബോർഡും അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും റീഡിംഗ് ടേബിളിൽ ഞങ്ങൾ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇതൊരു റൂമാണ്, ചെറിയ റൂമാണ്. അപ്പോൾ ഇതിനും അതുപോലെ തന്നെ AC-ക്ക് ഒരു പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഇവിടെ ജംഗ്ഷൻ. ഇത് ഇപ്പോൾ എല്ലാ സ്വിച്ച് ബോർഡും ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്, അഡാപ്റ്റർ ഇട്ട്. അപ്പോൾ അഡാപ്റ്റർ ഇട്ട് ചെയ്താൽ ഉറുമ്പിൻ്റെ ശല്യം കുറേയൊക്കെ ഒഴിവാക്കാം. പിന്നെ ബോക്സ് ഞങ്ങൾ ആദ്യം തന്നെ ഉറപ്പിച്ച് വെക്കുന്നുണ്ടേ ഉറുമ്പിൻ്റെ ശല്യം ബോക്സിലൂടെ വരുന്നത് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ മാസ്കിൻ ടേപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയായിട്ട് കിട്ടും. തേപ്പൊക്കെ കഴിഞ്ഞാലും വൃത്തിയായിട്ട് കിട്ടും. അതിനൊരു സുഖം കൂടി അതിനുണ്ട്. ഇതാണ് ഓപ്പൺ ടെറസ്. ഇവിടെ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കണേ വെക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് അവിടെ കിടക്കാം, കുഴപ്പമില്ല. പിന്നെ എന്താ ഇവിടെയാണ് ഇൻവെർട്ടർ വെക്കുന്നത്. ഇൻവെർട്ടർ മുകളിലേക്കാണ്. ഇപ്പോൾ അപ്സ്റ്റെയറിലേക്ക് കയറ്റുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ ചാർജ് ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാകും. സ്മെല്ല്, ആസിഡിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്ത് വെക്കുള്ളൂ. നമ്മൾ വീട്ടിൻ്റെ അകത്തായിട്ട് വ്യാപിക്കില്ല. ആ ഒരു ഗുണം അതുകൊണ്ടുണ്ട്. അപ്പോൾ പോളിഗേവിൻ്റെ വയറാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സീലിങ്ങിലൊക്കെ പോളിഗേവനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. മൊത്തം പോളിഗേവനാണ് ഇട്ടിട്ട് ഉപയോഗിക്കേണ്ട ഇവിടെ. തൽക്കാലം നമ്മൾ സീലിംഗാണ് ഇപ്പോൾ വലിക്കേണ്ടത്. ഇപ്പോൾ സീലിംഗ് വലിക്കാൻ വേണ്ടി പോളിഗേവാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ തേപ്പ് കഴിഞ്ഞ് വൈറ്റ് വാഷ് കഴിഞ്ഞതിന് ശേഷം ആണ് ഞങ്ങൾ വയറൊക്കെ വലിക്കുക. സീലിംഗ് മാത്രമേ ഇപ്പോൾ വലിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മീറ്റർ ബോർഡിലേക്ക് പോണ വയറ് പൈപ്പ് ആണിത്. 2 പൈപ്പ് 20 mm 2 പൈപ്പ് മീറ്റർ ബോർഡിൽ ഇട്ടിട്ടുണ്ട്. അതിൽ 3 ഫേസ് ആകുകയാണെങ്കിൽ നമുക്ക് അതിൽ വലിച്ചെടുക്കാം. ആ ഒരു ഉദ്ദേശം വെച്ചാണ് അതിൽ 2 പൈപ്പ് ഇട്ട്. മഴവെള്ളത്തിന് അടിച്ചു ചേർക്കാണ് മേലിൽ നിന്നിട്ട് കൺസൾട്ട് അയക്കാണ്. അപ്പോൾ ചങ്ങന്മാരെ വീഡിയോ കണ്ടില്ലേ, ഒന്ന് ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അമർത്തുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.